നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യനോട് കൂടിയാണ് നിർത്തിയത്. സോ വൈ ദിസ് ഡിഫറൻസ് ബീറ്റ മൈനസിൻ്റെയും ബീറ്റ പ്ലസിൻ്റെയും കേസിൽ നോക്കൂ, മൊമെൻറ്റം ഡിസ്ട്രിബ്യൂഷനിലും അതേപോലെ തന്നെ എനർജി ഡിസ്ട്രിബ്യൂഷൻസിലും കാര്യമായിട്ടുള്ള വ്യത്യാസം കാണുന്നു അല്ലേ. സോ എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് സംഭവിക്കുന്നത്? ഓക്കെ, സോ നമുക്ക് എന്തുകൊണ്ടാണെന്ന് നോക്കാം. എന്തുകൊണ്ടായിരിക്കുമെന്ന് അസ്യൂം ചെയ്ത് നോക്കി. എന്താണ് ഡിഫറൻസ്? ഒന്ന് ബീറ്റ മൈനസ് ആണ്. ബീറ്റ മൈനസ് മീൻസ് ഇലക്ട്രോൺ ആണ് എമിറ്റ് ചെയ്യുന്നത്. മറ്റൊന്ന് ബീറ്റ പ്ലസ് എന്ന് പറയുമ്പോൾ പോസിട്രോൺ ആണ് എമിറ്റ് ചെയ്യുന്നത്. ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവാണ് അല്ലേ. സ്വാഭാവികമായിട്ടും ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇലക്ട്രോൺ അങ്ങ് വിട്ടുപോകാനാണ് മനസ്സ് വരില്ല. മറ്റ് ബീറ്റ പ്ലസിൻ്റെ കേസിലാണെങ്കിൽ നോക്കൂ, അത് പോസിട്രോൺ ആണ് അല്ലേ. കൊളോംബിക് റിപ്പൾസീവ് ഫോഴ്സ് എങ്ങനെ അവിടെ ആക്ട് ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിനെ ഒഴിവാക്കുന്ന രീതിയിലായിരിക്കും ഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഈ രീതിയിൽ സംഭവിക്കുന്നത്. നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So that this difference originates with the Coulomb interaction between the beta particle and the daughter nucleus. So semi-classically, we can interpret the shapes of the momentum distribution as a Coulomb repulsion of beta plus by the nucleus, giving fewer lower positrons. Okay, and Coulomb attraction of beta minus, since it is having the negative charge, giving more low energy electrons. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ ഇലക്ട്രോൺ വേവ് ഫംഗ്ഷൻ എടുത്തുകൊണ്ടുള്ള ഈ കുളോംബിക് അട്രാക്ഷൻ അല്ലെങ്കിൽ കുളോംബിക് പൊട്ടൻഷ്യലും കൂടെ നമ്മളിതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നോക്കൂ എന്തായിട്ട് മാറും നോക്കൂ. സോ ഇറ്റ് മോഡിഫൈ ദി സ്പെക്ട്രം ബൈ ഇൻട്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ ഫാക്ടർ ഫെർമി ഫംഗ്ഷൻ. നേരത്തെ നമ്മൾ എഴുതിയ ലാംഡയിൽ ഡി ലാംഡയിൽ ഒരു ഫെർമി ഫംഗ്ഷൻ എന്ന് പറയുന്ന ടേം കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി സെഡ് പ്രൈം ആൻഡ് പി. മീൻസ് സെഡ് പ്രൈം മീൻസ് daughter nucleus in the atomic number of protons, and the p, where p is this momentum of the electron. Okay, so finally മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ഇത് കൂടാതെ ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ MFI അല്ലേ ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടായിരുന്നു, അല്ലെങ്കിൽ അത് നമ്മുടെ ഷേപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്തൊരു ഫാക്ടറായിട്ടാണ് നേരത്തെ അസ്യൂം ചെയ്തത്. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഈ അസംഷൻ നമ്മൾ പറയുന്ന പേരാണ്. അതെപ്പോഴും അങ്ങനെ കിട്ടിയത് നമ്മുടെ MFI അല്ലെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്ത കേസിലായിരുന്നു. സോ ദിസ് അപ്രോക്സിമേഷൻ ഈസ് നോൺ ആസ് ദി അലൗഡ് അപ്രോക്സിമേഷൻ. ഓക്കെ, നോർമൽ കേസിൽ അത് ഒരുവിധമൊക്കെ ഒബേ ചെയ്യുന്നുണ്ട്, ബട്ട് സം കേസിൽ അതെന്ത് ചെയ്യില്ല, ഒബേ ചെയ്യില്ല. സോ ഇൻ ഫാക്ട് ദർ ആർ കേസസ് ഇൻ വിച്ച് MFI vanishes in allowed approximation, giving no spectrum at all. ഈ പറഞ്ഞ അലൗഡ് അപ്രോക്സിമേഷൻ്റെ കേസിൽ MFI ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചില സമയത്ത് MFI ഒരു കോൺസ്റ്റൻ്റ് ഒന്നുമല്ല. അത് ചില സമയത്ത് അലൗഡ് അപ്രോക്സിമേഷൻ്റെ കേസിൽ അലൗഡ് അപ്രോക്സിമേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അലൗഡ് അപ്രോക്സിമേഷൻ എന്ന് അല്ലേ. മീൻസ് നമ്മൾ 1+ ആ സീരീസ് എഴുതിയ സമയത്ത് നമ്മുടെ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ഒക്കെ വേവ് ഫംഗ്ഷൻ എഴുതി എക്സ്പാൻഡ് ചെയ്ത സമയത്ത് അതിനെ ഒന്നായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തല്ലോ. സോ ദാറ്റ് കൈൻഡ് ഓഫ് അപ്രോക്സിമേഷൻ. സോ അങ്ങനെ ചെയ്ത സമയത്ത് അത്തരം കേസുകളിൽ ചില സമയത്ത് തീരെ തന്നെ സ്പെക്ട്രം കിട്ടുന്നില്ല. നമ്മൾ വീണ്ടും അലൗഡും ഫോർബിഡും വീണ്ടും പറയാൻ പോകുന്നുണ്ട്. ഓക്കെ, so in such cases we must take next terms of the plane wave function. Means next terms എന്ന് പറയുമ്പോൾ ഏതായിരുന്നു? P dot R by H cross ആയിരുന്നു അല്ലേ. P dot R by H cross എന്ന് പറയുന്ന നെക്സ്റ്റ് ടേമും കൂടെ എടുക്കണം. അതും ഇല്ലെങ്കിൽ എക്സ്ട്രാ. സോ ദാറ്റ് അങ്ങനെ എടുക്കുന്നതിന് നമ്മൾ അത്തരത്തിലുള്ള അപ്രോക്സിമേഷൻ പറയുന്ന പേരാണ്. അപ്പോൾ ഒരു ടേമും കൂടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫോർബിഡൻ കേസ് എന്ന് പറയും. ഫോർബിഡൻ മീൻസ് ആക്ച്വലി ഫോർബിഡൻ അല്ല അല്ലേ. ഫോർബിഡൻ ആക്ച്വലി നടക്കാൻ പാടില്ലല്ലോ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ടെക്നിക്കലി ഫോർബിഡൻ അല്ല, ബട്ട് ഓൾമോസ്റ്റ് ഫോർബിഡൻ. ആ രീതിയിലാണ് നമ്മൾ അതിനെ മീൻ ചെയ്യുന്നത്. സോ സച്ച് കേസസ് ആർ കോൾഡ് സംവാട്ട് ഇൻകറക്ട്ലി ഫോർബിഡൻ ഡീക്കേസ്. ദീസ് ആർ നോട്ട് അബ്സല്യൂട്ട്ലി ഫോർബിഡൻ, ബട്ട് ആസ് we learn subsequently there are less likely, means less probability to occur than the allowed decays. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ഉണ്ടാവുക? അവർക്ക് ലോങ്ങർ ഹാഫ് ലൈഫ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, so the complete beta spectrum includes 3 factors. നേരത്തെ നമ്മൾ പറഞ്ഞ ബീറ്റാ സ്പെക്ട്രം, momentum distribution and energy distribution, which depends on 3 factors. നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ഫാക്ടർ അതായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്ടർ derived from this first one,
The final state accessible to the emitted particles means p square q minus t e whole square. നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ പറഞ്ഞ സെക്കൻഡ് ഫാക്ടർ, ദാറ്റ് ഈസ് ദ ഫെർമി ഫംഗ്ഷൻ, the function which depends on z prime and p, which accounts for the influence of the nuclear Coulomb field. നേരത്തെ പറഞ്ഞ Coulombic repulsion കാര്യങ്ങളൊക്കെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെർമി ഫംഗ്ഷൻ. അതുകൂടാതെ ന്യൂക്ലിയർ മാട്രിക്സ് എലമെന്റ് MFI ഓൾ സ്ക്വയർ. ഓക്കെ, അത് നോർമൽ കേസിൽ അതും നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുന്നത് പറഞ്ഞു, which accounts for the effects of particular initial and final states. ഇതെന്തായിരുന്നു ആക്ച്വലി integral psi f star the operator into psi I ആയിരുന്നു, psi I into dv ആയിരുന്നു. So its effects of it accounts the effects for the particular initial and final nuclear states, which may include an additional electron and neutrino momentum dependence. ഓക്കെ, സോ അവരുടെ വേവ് ഫംഗ്ഷൻ മാത്രമല്ല, അവരുടെ മൊമെൻറ്റം ഡിപ്പെൻഡൻസ്, പരസ്പരമുള്ള അവരുടെ മൊമെൻറ്റം ഫൈനൽ ഫോം ചെയ്ത അവരുടെ മൊമെൻറ്റം ഡിപ്പെൻഡൻസും കൂടെ അതിൽ നമുക്ക് ആഡ് ചെയ്യാം. ദാറ്റ് ടേം ഈസ് റിപ്രസെൻറ്റഡ് ബൈ ദി എസ് ഓഫ് പി ക്യു. സോ നെറ്റായിട്ട് എങ്ങനെ എഴുതാൻ നോക്കൂ, ദിസ് എൻ ഓഫ് പി, ദി മൊമെൻറ്റം ഡിസ്ട്രിബ്യൂഷൻ ഈസ് പ്രപ്പോർഷണൽ ടു പി സ്ക്വയർ ക്യു മൈനസ് ടി ഇ ഹോൾ സ്ക്വയർ. ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞത്. അത് കൂടാതെ നോക്കൂ, എഫ് ഓഫ് സെഡ് പ്രൈം പി MFI whole square S of P. So ഇത്രയും ഭാഗം ജനറൽ കേസിൽ അപ്രോക്സിമേഷൻസിന് വേണ്ടി നമുക്ക് ഇത്രയും മതി അല്ലേ, ഒരു ഏകദേശം റിസൾട്ട് കിട്ടാൻ, ഏകദേശം കേർവ് കിട്ടാൻ അത്രയും മതി. ബട്ട് സം കേസിൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടില്ല, അല്ലെങ്കിൽ ചില ഫോർവേഡ് കേസിൽ തീരെ കിട്ടില്ല. സോ അത്തരം കേസുകൾ നമ്മൾ ഈ ഫാക്ടേഴ്സിനെ കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, സോ നമ്മുടെ ഈ ഫെർമി തിയറി ഓഫ് ബീറ്റ ഡിക്കയുടെ കൺഫർമേഷന് വേണ്ടിയിട്ട് നേരത്തെ കേർവ് കിട്ടുന്ന നമ്മൾ കേസ് പറഞ്ഞു, പക്ഷെ കേർവിൻ്റെ ഷേപ്പ് എക്സാക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ വെച്ച് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്ത് നോക്കേണ്ടി വരും അല്ലേ. സോ അതിന് പകരം അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്ലോട്ടാണ് ക്യൂറി പ്ലോട്ട് ഓർ ഫെർമി ക്യൂറി പ്ലോട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് എക്സ്പെരിമെൻ്റൽ ടെസ്റ്റ് ഓഫ് ഫെർമി തിയറി. നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്താണ് ക്യൂറി പ്ലോട്ട് എന്ന് പറയുന്നത്? ദിസ് ക്യൂരിയൻ, എന്ന് പറയുന്ന ക്യൂ ആണ് കേട്ടോ. സോ എന്താണ് ഈ ക്യൂറി പ്ലോട്ട് നോക്കൂ, ക്യൂ മൈനസ് ടി ഇ വേഴ്സസ് റൂട്ട് ഓഫ് എൻ ഓഫ് പി ബൈ പി സ്ക്വയർ എഫ് ഓഫ് സെഡ് പ്രൈം പി എന്ന് പറയുന്ന ഈ പ്ലോട്ടാണ്. മീൻസ് എക്സ് ആക്സിസിൽ ഇതും വൈ ആക്സിസിൽ ഇതും വെച്ച് വരക്കുന്ന ഒരു പ്ലോട്ടാണ് ദിസ് ക്യൂറി പ്ലോട്ട് എന്ന് പറയുന്നത്. സോ അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരക്കുന്നത് നോക്കൂ, ഇങ്ങനെയാണ് വരുന്നത്. എൻ ഓഫ് പി വാസ് ഒബ്റ്റെയിൻഡ് ആസ് ലൈക്ക് ദിസ് വൺ, അല്ല നേരത്തെ കിട്ടിയതാണ്. സോ ഇതിൽ നമ്മൾ നമ്മുടെ ഈ കുളോം ഫാക്ടറും കൂടെ എടുക്കുമ്പോൾ എഫ് ഓഫ് സെഡ് പ്രൈം പി എന്ന് പറയുന്നത് ഫെർമി ഫംഗ്ഷൻ അല്ലെ, ഇതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, ക്യൂ മൈനസ് ടി. അപ്പോൾ എങ്ങനെ എഴുതാം, എൻ ഓഫ് പി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ സി ഇൻറ്റു സി സ്ക്വയർ അല്ലേ, ഇൻറ്റു സി സ്ക്വയർ ദെൻ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ എഴുതേണ്ടി വരും നോക്കൂ, ക്യൂ മൈനസ് ടി എൻ ഓഫ് പി ഡിവൈഡഡ് ബൈ പി സ്ക്വയർ വരും. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന എഫ് ഓഫ് സെഡ് പ്രൈം പി, ഇത്രയും ഭാഗം ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. സോ അത് പ്രൊപ്പോർഷണാലിറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, ക്യൂ മൈനസ് ടി ഈസ് ഓൾ പ്രൊപ്പോർഷണൽ ടു എൻ ഓഫ് പി ബൈ പി സ്ക്വയർ എഫ് ഓഫ് സെഡ് പ്രൈം പി എന്ന് എഴുതാം. സോ അതാണ് നമ്മളിങ്ങനെ എഴുതിയത്. ഓക്കെ, സോ ആ പ്ലോട്ടാണ് ഈ കാണുന്നത്, ദി ഫെർമി ക്യൂറി പ്ലോട്ട് ഓഫ് അലൗഡ് ഡീകേ ഓഫ് ഗാലിയം. സോ ദിസ് ഹൊറിസോണ്ടൽ കേസ് അല്ലേ. സോ ഇതെന്താ സ്ട്രേറ്റ് ലൈൻ കിട്ടണം അല്ലേ, നമ്മുടെ ഫെർമി തിയറി അനുസരിച്ച് സ്ട്രേറ്റ് ലൈൻ കിട്ടണം. ഓക്കെ, സോ നമുക്ക് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും ഭാഗത്ത് സ്ട്രേറ്റ് ലൈൻ കിട്ടുന്നുണ്ട്. ഈ ഡോട്ടുകൾ എക്സ്പെരിമെൻ്റൽ പോയിന്റുകളാണ്. ഈ എൻഡ് ഭാഗത്ത് മാത്രം, ഇവിടെ മാത്രം അല്ലേ, ഇവിടെ മാത്രമേ നമുക്ക് സ്ട്രേറ്റ് ലൈൻ കിട്ടാത്തുള്ളൂ. അത് മറ്റൊരു റീസൺ കൊണ്ടാണ്. സോ ദിസ് ഡീവിയേഷൻ ഈസ് ഡ്യൂ ടു ദി low energy this low energy deviation arises from the scattering of low energy electrons within the radioactive source. അപ്പോൾ അത് മറ്റൊരു കാരണം കൊണ്ടാണ്. അപ്പോൾ ഇത്രയും ഭാഗത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഫെർമി തിയറി ഓഫ് ബീറ്റ ഡികെ വിത്ത് ദിസ് ഫെർമി ഫംഗ്ഷൻ കേട്ടോ, ഇതും കൂടെ കൂട്ടിയിട്ടാണ് അത് ഒബേ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, ഈ ഫോർബിഡൻ ഡികെയുടെ കേസിൽ ഇത് ഒബേ ചെയ്യില്ല, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടില്ല. കണ്ടോ, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നില്ല. കാരണം ഫോർബിഡൻ ഡികെയുടെ കേസിൽ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. നമ്മൾ എന്തും കൂടെ അവിടെ എടുക്കേണ്ടതുണ്ട്, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഫസ്റ്റ് അപ്രോക്സിമേഷന് പുറമെ, അലൗഡ് അപ്രോക്സിമേഷന് പുറമെ
നമ്മുടെ വേവ് ഫംഗ്ഷനിൽ 1 പ്ലസ് പി ഡോട്ട് ആർ ബൈ എച്ച് ക്രോസ് എന്ന് പറയുന്ന ഫസ്റ്റ് ടേമും കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് അല്ലേ. സോ അപ്പോൾ വരുന്ന ടേമിനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു പറഞ്ഞാൽ എസ് ഓഫ് പി ക്യു എന്നൊക്കെ വെച്ച് എം എഫ് ഐ ഹോൾ സ്ക്വയർ എസ് ഓഫ് പി ക്യു എന്നൊക്കെ എഴുതുന്നു പറഞ്ഞാൽ അല്ലേ. സോ എസ് ഓഫ് പി ക്യു എന്ന് പറയുന്ന ഈ ടേമും കൂടെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ കഴിയും, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫോർബിഡൻ ഡി കെ കേസ്. അപ്പോൾ നോക്കൂ, ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ല വരുന്നത്, ഇങ്ങനെ ഒരു ബെൻഡഡ് ആയിട്ടാണ് വരുന്നത് അല്ലേ. സോ ദിസ് ഡസ് നോട്ട് ഗീവ് എ സ്ട്രെയിറ്റ് ലൈൻ, മീൻസ് ഫെർമി തിയറി ഒബേ ചെയ്യുന്നില്ല എന്നർത്ഥം. സോ വി ക്യാൻ സ്റ്റോർ ദിസ് ലീനിയാരിറ്റി if we plot that is p square f of z prime p into s of p q എന്നും കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അത് വീണ്ടും കിട്ടുന്നു. കണ്ടോ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറുന്നു. ഓക്കെ, സോ ദിസ് എസ് ഈസ് നോൺ ആസ്, സോ എസ് ഇങ്ങനെയാണല്ലോ എസിൻ്റെ ഒരു ഗ്രാഫിക്കൽ റോൾ ഇവിടെ വരുന്നത്. സോ ദിസ് എസ് ഈസ് നോൺ ആസ് ദി ഷേപ്പ് ഫാക്ടർ ഫോർ സർട്ടൈൻ ഫസ്റ്റ് ഫോർബിഡൻ ഡീക്കേസ്. സോ ദിസ് shape factor ne kurichu parnu. So this shape factor helps us to store അല്ലെങ്കിൽ റീസ്റ്റോർ അല്ലെങ്കിൽ നമ്മുടെ ഫെർമി തിയറി ഓഫ് ബീറ്റ ഡിക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷേപ്പ് ഫാക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ നമുക്ക് നേരത്തെ കിട്ടിയത് ഡി ലാംഡ ആയിരുന്നു അല്ലേ. ഡി ലാംഡ മീൻസ് ദി ഡികെ റേറ്റ് ബിറ്റ്വീൻ ദി പി ആൻഡ് പി പ്ലസ് ഡി പി. അതേപോലെ തന്നെ എനർജി ആണെങ്കിൽ ഇ ആൻഡ് ഇ പ്ലസ് ഡി ഇ എന്ന് പറയുന്ന എനർജി റേഞ്ചിനിടയിൽ എമിറ്റ് ചെയ്യപ്പെടുന്ന ദി പ്രൊബബിലിറ്റിയാണ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത്, എൻ ഓഫ് ഇ എന്നൊക്കെ പറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ ഇവിടെ അതിന് പകരം നമുക്ക് ടോട്ടൽ ലാംഡ കിട്ടും. 0 മുതൽ ഫൈനൽ എനർജി വരെ, 0 മുതൽ ഫൈനൽ മൊമെൻറ്റം വരെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഡീക്കേസ് അല്ലെങ്കിൽ ഡീകെ പ്രൊബബിലിറ്റി നമുക്ക് കിട്ടുന്നു. സോ അതിന് വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും നോക്കൂ, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. സോ നേരത്തെ കിട്ടിയ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതുപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ജി സ്ക്വയർ എം എഫ് ഐ ഹോൾ സ്ക്വയർ. സോ നമ്മൾ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് ഇവിടെ എഫ് ഓഫ് സെഡ് പ്രൈം പിയും കൂടെ എടുത്തിട്ടുണ്ട് എന്നുള്ള വ്യത്യാസമേ വരുന്നുള്ളൂ. സോ നോക്കൂ, എവിടെ മുതൽ ഏത് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, 0 മുതൽ പി മാക്സ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. 0 മുതൽ പി മാക്സ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ഡി പി. ഓക്കെ, സോ ദിസ് ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഭാഗം ദിസ് ഇൻ്റഗ്രൽ ഡിപ്പെൻഡ്സ് ultimately on z prime and the maximum electron energy. Maximum electron energy because Cp max depends on E0 square minus me square c raised to 4. Okay, so maximum electron energy z prime മാത്രമേ പിയും z പ്രൈമിനെ ഡിപ്പെൻഡ് ചെയ്യാന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇതിലൊക്കെ പിയുടെ ഡിപ്പെൻഡൻസ് ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ ടി വരുന്നത്, ടി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, പി എന്നെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. സോ അതുകൊണ്ട് നമുക്ക് പിന്നെ കൂടുതൽ ഫാക്ടർ ഒന്നും വരുന്നില്ല, ക്യൂ ഒരു കോൺസ്റ്റൻറ്റുമാണ്. സോ അതുകൊണ്ട് തന്നെ z പ്രൈമിനെയും പി എൻ ഡിപ്പെൻഡ്, where p depends on this E0, so the ultimately this depends on z prime and E0. Okay, so this f of z prime E0 നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, this 1 by MEC cube MEC square whole square. സോ നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ ഡയമെൻഷൻ കൃത്യമാക്കുന്നതിന് വേണ്ടി ഈ സ്മോൾ എഫ് എന്ന് പറയുന്നതിന് പുതിയൊരു ക്വാണ്ടിറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ അതിൻ്റെ ഡയമെൻഷൻ 0 ആക്കുന്നതിന് വേണ്ടി ഇങ്ങനെ എഴുതിയേ ഉള്ളൂ. സോ അതിങ്ങനെ എഴുതിയതാണ്. ഓക്കെ, ഇതിൽ നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. സോ this function divided by this quantity is the small f of z prime is 0. ഓക്കെ, സോ എന്തിനാണ് ഈ പുതിയ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്തത്, നമ്മൾ ഈ പുതിയ ഫംഗ്ഷന് പറയുന്ന പേരാണ് ഫെർമി ഇൻ്റഗ്രൽ. സ്മോൾ എഫ് ആണ് കേട്ടോ, സ്മോൾ എഫ് ഈസ് ദി ഫെർമി ഇൻ്റഗ്രൽ. നേരത്തെ ഫെർമി ഫംഗ്ഷൻ ആയിരുന്നു, ദിസ് ഈസ് ദ ഫെർമി ഇൻ്റഗ്രൽ ആണ് അല്ലേ. സോ ആൻഡ് ദിസ് ഈസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി, കാരണം അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിന് ഇവിടുത്തെ ഡയമെൻഷൻസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി കൊണ്ട് ഇവരെ ഡിവൈഡ് കോൺസ്റ്റൻസുകളെ കൊണ്ട് ഡിവൈഡ് ചെയ്തത്. സ്വാഭാവികമായിട്ടും നമ്മൾ നെറ്റ് റിസൾട്ടിൽ ഇവിടെ എഴുതുമ്പോൾ ഇവിടെ സ്മോൾ എഫ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കൂ ഈ ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ. ഓക്കെ, സോ ദിസ് ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്. സോ ഈ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ കോൺസ്റ്റൻസുകളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ എഫ് ഇൻറ്റു ടി ഹാഫ്
ലാംഡ നമുക്കറിയാം. വാട്ട് ഈസ് ലാംഡ? ലാംഡ ഈസ് 0.693 ബൈ അല്ലെങ്കിൽ ലോഗ് 2 ബൈ ടി ഹാഫ് ആണല്ലേ. സോ അതുകൊണ്ട് തന്നെ ടി ഹാഫ് എന്ത് എഴുതാം നമുക്ക്? ടി ഹാഫ് ഇസ് ഈക്വൽ ടു ലോഗ് 2 ബൈ ലാംഡ എന്ന് എഴുതാം അല്ലേ. ലോഗ് 2 ബൈ ലാംഡ എന്ന് എഴുതാം. സോ ലോഗ് 2 ബൈ ലാംഡ ദെൻ ദി സ്മോൾ എഫിന് ലെഫ്റ്റിലേക്ക് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. എഫ് ഇൻറ്റു ടി ഹാഫ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് എഴുതാം. സോ ദിസ് ഈസ് ഒബ്റ്റൈൻഡ് ആസ് 0.69. So that is log 2 pi cube, it's cross all to the power 7 divided by g square me to the power 5 c raised to 4 mfi all square. Okay. So this quantity on the left side, the t half ആണ് f into t half ആണ്. Fermi integral into t half ആണ്. This is called comparative half life. Comparative half life. അങ്ങനെ വരാൻ കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഹാഫ് ലൈഫ് വെറും ടി ഹാഫാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എഫ് റൈറ്റ് സൈഡിലായിരിക്കും വരുന്നത് അല്ലേ. സോ ടി ഹാഫ് ഈ എഫ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പി എ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇ സീറോ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ കേസിൽ തന്നെ ഓരോന്നിലും ഡിഫറെൻറ്റ് ടി ഹാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദിസ് പി ആൻഡ് ടി ഹാഫ്. സോറി, പി ആൻഡ് ഇ സീറോ. ഓക്കെ. സോ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ അങ്ങനെ കിട്ടിയാൽ പോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വാല്യൂ കിട്ടണം അല്ലേ. ഓരോന്നിനും ഓരോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ കിട്ടണം. സോ അതിന് വേണ്ടിയാണ് നമ്മൾ എഫ് ഇൻറ്റു ആ ഡിപ്പെൻഡൻസ് ലെഫ്റ്റിലേക്ക് മാറ്റി എഫ് ഇൻറ്റു ടി ഹാഫ് ആയിട്ട് എഴുതുന്നത്. സോ ദിസ് ഈസ് കോൾഡ് കമ്പാരിറ്റീവ് ഹാഫ് ലൈഫ്. ഓക്കെ. സോ ദിസ് ഡി കെ റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സെഡ് പ്രൈം ആൻഡ് ഇ സീറോ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ദിസ് ഈസ് ഇൻകോർപ്പറേറ്റ് ഇൻ ദി ഹാഫ്. സോ ദിസ് differences in ft value, this comparative half-life value must be due to the nuclear difference in nuclear matrix element അല്ലേ. ഇവിടെ ഇത്രയും ഭാഗം കോൺസ്റ്റന്റ് ആണ്. പിന്നെ എന്തെങ്കിലും ഡിഫറൻസ് വരികയാണെങ്കിൽ അത് എന്തുകൊണ്ട് മാത്രമാണ്? എം എഫ് ഐ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ആ ടേം കൊണ്ട്. വാട്ട് ഈസ് എം എഫ് ഐ? ദാറ്റ് ഈസ് ദി ഇൻ്റഗ്രൽ സൈ എഫ് സ്റ്റാർ ഓപ്പറേറ്റർ സൈ ഐ ആണ് അല്ലേ. മീൻസ് ഇനീഷ്യൽ ഫൈനൽ ന്യൂക്ലിയസിൻ്റെ കപ്ലിംഗ് ആണ് അവിടെ, ഇൻട്രാക്ഷൻ ആണ് അവിടെ കിട്ടുന്നത് എന്നർത്ഥം. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ന്യൂക്ലിയസിൻ്റെ. ഓക്കെ. സോ അതിൻ്റെ ഇനീഷ്യൽ ഫൈനൽ ന്യൂക്ലിയസിന് മാത്രമേ ഇന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, എഫ് ടി ഹാഫ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. സോ നമ്മളൊരു വലിയ വാല്യൂ ആയതുകൊണ്ടാണ് സാധാരണ ലോഗരിതമിക് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ദ ഡീക്കേസ് വിത്ത് ഷോർട്ടസ്റ്റ് കമ്പാരിറ്റീവ് ഹാഫ് ലൈഫ്, that is log ft is equal to 3 to 4. 3 to 4 log ആണ് കേട്ടോ. 3 to 4 means 10 raised to 3 to 10 raised to 4 ആണെന്നർത്ഥം. are called super allowed state. ഹാഫ് ലൈഫ് കുറവാണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് ഡീക്കേ ചെയ്യുന്നർത്ഥം അല്ലേ. ദാറ്റ്സ് സോ ഇറ്റ് ഈസ് കോൾഡ് സൂപ്പർ അലൗഡ് സ്റ്റേറ്റ്. ആൻഡ് with mfi is equal to root 2 we can use this equation to find the value of the beta decay strength. So this g is the decay strength constant. അല്ലെങ്കിൽ ഈ ഡികെയുടെ നമ്മൾ നേരത്തെ സ്ട്രെങ്ത് കോൺസ്റ്റന്റ് ഇൻട്രാക്ഷൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ക്വാണ്ടിറ്റി അല്ല, എത്രമാത്രം ഇൻട്രാക്ഷൻ്റെ സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്നൊരു ഫാക്ടർ ഉണ്ടായിരുന്നല്ലോ അല്ല. നേരത്തെ നമ്മൾ ഫണ്ടമെൻ്റൽ ഇൻട്രാക്ഷൻസ് പറഞ്ഞ സമയത്ത് ഓരോന്നിൻ്റെയും സ്ട്രെങ്ത് കമ്പയർ ചെയ്തില്ല. സോ അതേപോലെ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫാക്ടറാണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ജി ഈസ് ഒബ്റ്റൈൻഡ് ആസ്, നമുക്കിതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കുകയാണെങ്കിൽ ജി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും അല്ലേ. സോ ദിസ് ജി ഈസ് ഒബ്റ്റൈൻഡ് ആസ് 0.88 × 10⁻⁻⁴ MeV F Fermi cube. സോ ഇത് ഡയമെൻഷൻ ക്വാണ്ടിറ്റി ആണ്. ഡയമെൻഷൻ ലെസ് ആക്കി മാറ്റിയാൽ മാത്രമേ നമുക്കതിനെ കമ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. തൽക്കാലം നമ്മൾ അതിവിടെ ചെയ്യുന്നില്ല. ഓക്കെ. സോ ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്ന് മാത്രം. ദിസ് ജി ഡിറ്റർമിൻ ദ സ്ട്രെങ്ത് ഓഫ് ദി ഇൻട്രാക്ഷൻ. ഓക്കെ.